ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ഭക്തരെല്ലാം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഗുരുവായൂർ ഏകാദശിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. 2024 ഡിസംബർ 11 ബുധനാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി. ഭക്തരെല്ലാം ഭക്തിപൂർവ്വം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിനായിട്ട്. അതിനോടനുബന്ധിച്ച് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് ഏതാണ്, ഭഗവാൻ എത്രയും പെട്ടെന്ന് പ്രസാദിക്കാൻ ഏത് വഴിപാടാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒട്ടനവധി സംശയങ്ങളാണ് ഭഗവാന്റെ ഭക്തർക്ക്. നമ്മൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഓടി ചെല്ലുന്നത് പോലെ എത്രയും പെട്ടെന്ന് മനസ്സാഗ്രഹിക്കുമ്പോൾ ചെല്ലാൻ പറ്റിയ ഒരു സ്ഥലവുമല്ല ഗുരുവായൂർ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കണം നമ്മൾ അത്രടം വരെ എത്തണമെന്ന്, അല്ലേ? അപ്പം നമ്മളെല്ലാവരും വളരെ ഭക്തിപൂർവ്വം കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏകാദശി ദിവസമൊക്കെ അവിടെ ചെന്ന് തൊഴുക, അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് കഴിക്കുക എന്നതൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യം തന്നെയാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനാട്ടം വഴിപാടിനെ കുറിച്ചിട്ട് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഗുരുവായൂരപ്പന്റെ ഇഷ്ട വഴിപാടാണ് കൃഷ്ണനാട്ടം. നട തുറന്നിരിക്കുന്ന സമയത്ത് കൃഷ്ണനാട്ടം നടത്തില്ല. കളിയാട്ടം നടക്കുമ്പോൾ ഭഗവാൻ അവിടെ സന്നിഹിതനാകും എന്നതാണ് ഇതിന് കാരണം കേട്ടോ. ഭക്തർ തൊഴാൻ വരുന്ന സമയത്ത് ശ്രീലകത്ത് നിന്നിറങ്ങി കൃഷ്ണനാട്ടം കാണാൻ ഭഗവാൻ പോകുമെന്നതിനാലാണ് നട അടച്ചു കഴിഞ്ഞ് രാത്രി 10 മണിക്ക് ശേഷം വെളുപ്പിന് നട തുറക്കും മുൻപാണ് ഈ വഴിപാട് നടത്തുന്നത്. 8 ദിവസം തുടർച്ചയായി ഒരു ദിവസം ഒരു കഥ എന്ന രീതിയിലാണ് കൃഷ്ണനാട്ടം ആടുന്നത്. ഭഗവാന്റെ ഇഷ്ട വഴിപാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫലം ലഭിക്കും. കൃഷ്ണനാട്ടത്തിലെ 8 കഥകളിൽ ഓരോന്നും വഴിപാടായി നടത്തിയാൽ ഓരോ ഫലങ്ങളാണ്. 3000 രൂപയാണ് കേട്ടോ വഴിപാടിന് നമ്മൾ നൽകേണ്ടത്. സ്വർഗാരോഹണം കഥയ്ക്ക് അധികമായിട്ട് നമ്മൾ പണം അടയ്ക്കേണ്ടതായിട്ട് വരും. ഭഗവാൻ ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിപാടാണ് കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞു. ഇതിന്റെ പിന്നിലെ ഐതിഹ്യം നമുക്കൊന്ന് കേട്ടാലോ. ശ്രീ വൈകുണ്ഠനാഥനെ എപ്പോഴും നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്ന ഒരേ ഒരു യതിവര്യൻ വില്ലുമംഗലം സ്വാമിയാണ്. അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ബാലലീലകൾ കണ്ട് ആനന്ദ കണ്ണീർ പൊഴിച്ചിരുന്നു. ഒരിക്കൽ കോഴിക്കോട്ട് സാമൂതിരി കോവിലകത്തെ മാനവേദൻ തമ്പുരാൻ ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ ക്ഷേത്രത്തിലെ ഇലഞ്ഞിമര ചുവട്ടിൽ ഇപ്പോൾ കൂത്തമ്പലം നിൽക്കുന്ന ആ സ്ഥലത്ത് വില്ലുമംഗലം സ്വാമിയാർ ആനന്ദാശ്രുക്കളിൽ ആറാടുന്നത് കണ്ടു. ഒഴുകി വന്ന കണ്ണുനീർ തുടച്ച് വില്ലുമംഗലത്തോടെ തമ്പുരാൻ ചോദിച്ചു, ഇവിടുന്ന് എന്താ ഇങ്ങനെ? കണ്ടില്ലേ കള്ളക്കണ്ണന്റെ കുസൃതി തരങ്ങൾ, വില്ലുമംഗലം സ്വാമി പറയുകയുണ്ടായിട്ടോ. ഉവ്വോ, എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ ശേഷം 4 പാടും തിരിഞ്ഞിട്ട് വില്ലുമംഗലത്തിന് മുൻപിൽ തമ്പുരാൻ മുട്ടുകുത്തി. ഒരു നോക്ക് ദർശനം തരായെങ്കിൽ ഇത് പറയുമ്പോഴേക്കും തമ്പുരാന്റെ കണ്ടമിടറിയിരുന്നു കേട്ടോ. വില്ലുമംഗലത്തിന്റെ മനസ്സ് ആകെ വിഷമായി. ഞാൻ ഭഗവാനോടൊന്ന് ചോദിക്കട്ടെ, തമ്പുരാൻ പോയിട്ട് നാളെ കാലത്ത് വന്നാലും എന്ന് പറഞ്ഞു കേട്ടോ. വില്ലുമംഗലത്തിന്റെ മറുപടി കേട്ട് പ്രതീക്ഷയോടെ മാനവേദൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയുമുണ്ടായി. പിറ്റേന്ന് കാലത്ത് ക്ഷേത്രത്തിലെത്തി വില്ലുമംഗലത്തെ കണ്ട് തമ്പുരാന് ഭാഗ്യമുണ്ട്, ഭഗവാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് വില്ലുമംഗലം സ്വാമി അറിയിക്കുകയുണ്ടായി. വില്ലുമംഗലം പറഞ്ഞു തീരുന്നതിന് മുമ്പേ തമ്പുരാൻ ചോദിച്ചു, എവിടെ നിൽക്കുന്നു എന്റെ ഭഗവാൻ? എന്നെ തൊട്ടുകൊണ്ട് നോക്കൂ എന്ന് വില്ലുമംഗലം സ്വാമി പറഞ്ഞു. നിർദ്ദേശം കേട്ട തമ്പുരാൻ വില്ലുമംഗലത്തെ ഒന്ന് തൊട്ടു. അതാ തൊട്ടു മുൻപിൽ മണ്ണു വാരി കളിക്കുന്ന കണ്ണൻ. നിർവൃതിയോടെ തമ്പുരാൻ ഭഗവാനെ നോക്കി നിന്നു. കരുണാവർഷം പൊഴിയുന്ന കള്ള കണ്ണുകൊണ്ട് നമ്മുടെ വെണ്ണക്കള്ളൻ തമ്പുരാനെ നോക്കി അടിമുടി ചിരിച്ചു. എല്ലാം മറന്ന തമ്പുരാൻ കണ്ണനെ നേരെ അങ്ങ് ഓടി ചെന്നു കേട്ടോ. ഒന്ന് വാരി പുണരാൻ 2 കൈകളും വിടർത്തി. അപ്പോഴേക്കും ഇത് വില്ലുമംഗലം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കള്ളക്കണ്ണൻ തെന്നി മാറുകയുണ്ടായിട്ടോ. കണ്ണൻ തന്റെ കരവലയത്തിലൂടെ ഊർന്നിറങ്ങിയ പോലെ തമ്പുരാന് തോന്നുകയും ചെയ്തു അത്രേ. കണ്ണൊന്ന് ചിമ്മിയപ്പോഴേക്കും ഭഗവാൻ മറിഞ്ഞു കളഞ്ഞു. കണ്ണു തുറന്നപ്പോൾ കണ്ടത് കൈത്തണ്ടയിൽ തങ്ങിക്കിടക്കുന്ന വർണ്ണ മയിൽപീലി കതിർ മാത്രമാണ്. ഭഗവാന്റെ ശിരസിലെ മയിൽപീലി തണ്ടായിരുന്നു അത്. പിന്നീട് അദ്ദേഹം മനോഹരമായ ഒരു കൃഷ്ണമുടി നിർമ്മിച്ച് ആ പീലി അതിലുറപ്പിച്ചു. അത് ശിരസിലടിഞ്ഞ് നൃത്തമാടുവാൻ തക്കവണ്ണം ഭാഗവത കഥകൾ കോർത്തിണക്കി ഒരു കാവ്യവും രചിച്ചു. കൃഷ്ണഗീതി എന്ന പ്രസിദ്ധമായ ആ കാവ്യത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനാട്ടമായി മാറിയത്. സ്വർഗാരോഹണം കളി കഴിക്കുന്നവർ അവതാരവും നടത്തേണ്ടതായിട്ടുണ്ട്. 3000 രൂപയാണ് വഴിപാടിന് നൽകേണ്ടത് കേട്ടോ. സ്വർഗാരോഹണം കഥയ്ക്ക് അധികമായിട്ട് നൽകേണ്ടതായിട്ട് വരും. ഇതാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട കൃഷ്ണനാട്ടം കഥയ്ക്ക് പിന്നിലെ ഐതിഹ്യം. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ.